ഐസോമെട്രിക് വ്യൂ തന്നെയാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ പോലെ വായിച്ചങ്ങ് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു പിരമിഡാണ് നമുക്ക് വരയ്ക്കാനായിട്ടുള്ളത്. പെൻറ്റഗണൽ പിരമിഡ് ഓഫ് സൈഡ് 40 mm, ബേസ് സൈഡ് 40 ആണ്, ഹൈറ്റ് 80 mm. ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നു. വിത്ത് ഓൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് പെർപ്പൻഡിക്കുലർ. ഒരു ബേസ് എഡ്ജ് എന്താണ്? XY ലൈനിന് പെർപ്പൻഡിക്കുലർ ആയിട്ടായിരിക്കണം അതിൻ്റെ പ്ലാൻ വരയ്ക്കേണ്ടത് നമ്മൾ വരയ്ക്കുമ്പോൾ. അതായത് ഒരു ബേസ് എഡ്ജ് എന്താണ്? VP പെർപ്പൻഡിക്കുലർ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ XY ലൈൻ വരച്ചിട്ട് നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ റെസ്റ്റിംഗ് ഓൺ HP കണ്ടീഷനല്ലേ, പ്ലാൻ വരയ്ക്കുമ്പോഴത്തേക്ക് ഒരു ബേസ് എഡ്ജ് എന്തിന് പെർപ്പൻഡിക്കുലർ ആയിട്ട് വെക്കണം? XY ലൈനിന് പെർപ്പൻഡിക്കുലർ ആയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ പ്ലാൻ വരയ്ക്കാൻ. ഡ്രോ ഇറ്റ്സ് ഐസോമെട്രിക് വ്യൂ. അതിൻ്റെ ഐസോമെട്രിക് വ്യൂ എന്ത് ചെയ്യണം? വരയ്ക്കണമെന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു XY ലൈൻ ഇവിടെ വരയ്ക്കാം. ഇത്രയും മതിയല്ലോ. ഇവിടെ ഒരു XY ലൈൻ വരച്ചു. പെൻറ്റഗണൽ പിരമിഡാണ്. ഇപ്പോൾ ഇതിന് പെർപ്പൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ ഈ ലൈനിലായിരിക്കണം ഞാൻ എടുക്കേണ്ടത്. പെർപ്പൻഡിക്കുലർ ആയിട്ട് ഞാൻ ദാണ്ട ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പെർപ്പൻഡിക്കുലർ ആയിട്ട് ഇരിക്കുക, XY ലൈനിന് പെർപ്പൻഡിക്കുലർ ആയിട്ട് ഇരിക്കുക. 40 ആണ്. 40 ആകുമ്പോൾ വേണമെങ്കിൽ പെൻറ്റഗണൽ പിരമിഡല്ലേ ഇവിടെ നിന്ന് വരച്ച് തുടങ്ങാം. 30 7 40 mm ആണ് അതിൻ്റെ ഒരു സൈഡിൻ്റെ ലെന്ത്. അപ്പോൾ ഇത് AB എന്ന് പറയുന്ന എഡ്ജ്. ഇനി ബാക്കി പെൻറ്റഗണൽ പിരമിഡാണ്. അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് പെൻറ്റഗൺ വരയ്ക്കുന്നത് ഇങ്ങനെയാണല്ലേ. 54 അപ്പുറത്തും ഇപ്പുറത്തും എടുത്തിട്ട് A എന്ന് പറയുന്ന പോയിൻ്റ് വെച്ചിട്ട് ഇവിടെ നിന്ന് 54 ഡിഗ്രി 54 എടുത്തു. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ലൈൻ ജസ്റ്റ് വരച്ചിടുന്നു. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും എത്രയാണ്? 54 എടുക്കും. 54 ലൈൻ വരച്ചിട്ടു. ഈ പോയിൻ്റാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? അപ്പെക്സ് ആയിട്ട് വരുന്ന പോയിൻ്റ്, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ദി പെൻറ്റാണെന്നൊക്കെ പറയാം. അപ്പെക്സും ആ പോയിൻ്റ് തന്നെ വരും അല്ലേ, ഓവർലാപ്പ് ചെയ്ത് വരും. അപ്പോൾ അത് കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കി പെൻറ്റാൻ വലിക്കുന്നതിന് വേണ്ടി സെൻറ്റർ കൂടെ കുത്തി, എന്നിട്ട് A വരെയുള്ള റേഡിയസ് ആക്കി, B കൂടെ പാസ് ചെയ്യുമെന്ന് ഞാൻ കൺഫേം ചെയ്തു. AB റേഡിയസ് ആയിക്കൊണ്ട് ഞാൻ വലിയ ഒരു സർക്കിളൊക്കെ വരച്ചു. എന്നിട്ട് ഈ ABയുടെ ലെന്ത് എത്രയാണോ ആ ലെന്ത് എടുത്ത് ഞാൻ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. കറക്റ്റ് പെൻറ്റഗൺ വരയ്ക്കുമ്പോൾ ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് Aയിൽ നിന്ന് എടുത്ത് ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്തിട്ട് Bയിൽ നിന്ന് ഞാൻ എടുത്ത് ഇപ്പുറത്തെ സൈഡ് കട്ട് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് ഇവിടെ വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്തു. ചെറിയ വേരിയേഷൻസൊക്കെ വരും. അപ്പോൾ അത് അപ്പുറം അങ്ങ് ജസ്റ്റ് എന്താ ഒന്ന് ശരിയായി പോവും. അപ്പോൾ അപ്പുറം ഒരു മാച്ച് കട്ട് ചെയ്ത് അപ്പോൾ Aയിൽ നിന്ന് ഇതും കൂടെ ജോയിൻ ചെയ്തു. ഈ പോയിൻറ്റും ഇതും കൂടെ ജോയിൻ ചെയ്തു. പിന്നെ ഈ പോയിൻറ്റും നമ്മൾ അടുത്ത സർക്കംഫറൻസ് കട്ട് ചെയ്ത പോയിൻ്റ് കൂടെ ജോയിൻ ചെയ്തു. അടുത്ത ഈ പോയിൻറ്റും അടുത്ത സർക്കംഫറൻസ് കട്ട് ചെയ്ത 5 പോയിൻറ്റ്സാണ് നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ AB C D E. O എന്ന് പറയുന്നത് O1, O2. ബേസിലെ പോയിൻ്റ് O1ഉം അപ്പെക്സ് O2 ആണ്. അപ്പോൾ എല്ലാ എഡ്ജസും എന്തുമായിട്ട് കണക്ട് ചെയ്യണം? നമ്മുടെ O1 O2 ആയിട്ട് കണക്ട് ചെയ്യണം. ഡാർക്കായിട്ട് തന്നെ. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പെൻറ്റഗൺ കംപ്ലീറ്റ് ആയി. ഇനി പെൻറ്റഗണിൻ്റെ കറസ്പോണ്ടിങ് പ്ലാൻ കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ എലിവേഷൻ വരയ്ക്കണം. എലിവേഷൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? O2-നെ ആദ്യം എക്സ്റ്റെൻഡ് ചെയ്യണം. ചെയിൻ ലൈൻ എന്നിട്ട് ഹൈറ്റ് എത്ര പറഞ്ഞിരിക്കുന്നത്? 80. അപ്പോൾ ഇത്ര പോരാ, കുറച്ചുകൂടി മുകളിലോട്ട് ഇടാം. 88 സെൻറ്റിമീറ്റർ എടുക്കും. 8 സെൻറ്റിമീറ്റർ എടുത്തു, കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് O1 ഡാഷായിട്ട് വരും, ഇത് O2 ഡാഷായിട്ട് വരും. ഇനി ഇതിൻ്റെയൊക്കെ എലിവേഷനിലേക്ക് വന്നു. എയും ബിയും ഒരേ ലൈനിൽ വരും. അത് നേരെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ എയുടെ ഡാഷ്, അതായത് എലിവേഷൻ, എ എന്ന് പറയുന്ന പോയിൻ്റ് എലിവേഷനും ബി എന്ന് പറയുന്ന പോയിൻ്റ് എലിവേഷനും ഈ പോയിൻ്റ് കിടക്കും. നെക്സ്റ്റ് അവിടെ ഇയും സിയും ഒരേപോലെ വെർട്ടിക്കൽ ലൈൻ വരച്ചു. അപ്പോൾ ഈ പോയിൻ്റ് കിട്ടുന്നത് എന്താണ്? ഇയുടെ എലിവേഷൻ ഇ ഡാഷും സി എന്ന് പറയുന്ന പോയിൻ്റ് സി ഡാഷും ഇവിടെ കിടക്കും. ഡി എന്ന് പറയുന്ന പോയിൻ്റ് നേരെ വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഇപ്പോൾ ഇവിടെ കിട്ടും. അപ്പോൾ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിയുടെ എലിവേഷൻ, അതായത് ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം കൂടി എന്തുമായിട്ട് കണക്ട് ചെയ്യാം? നമ്മുടെ അപ്പെക്സുമായിട്ട് കണക്ട് ചെയ്യാം. ഇടയ്ക്കുള്ളത് ഡാർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരും. ഞാൻ ഇനിയിപ്പോൾ ഇത് കാണാൻ പറ്റുമോ എന്ന് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാര്യം ഓൾറെഡി നിങ്ങൾ ഓർത്തോഗ്രാഫിക് വ്യൂവിൽ അത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും ഡാർക്ക് ആക്കണം എങ്ങനെ, ഡോട്ടഡ് ആക്കണം എങ്ങനെയാണെന്ന് ഞാനിവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട. ഓക്കെ, ഓൾറെഡി അത് സെറ്റായി. അപ്പോൾ പ്ലാൻ എലിവേഷനായി. ഇനി നമുക്ക് എന്താണ്? ഐസോമെട്രിക് വ്യൂവിലേക്ക് പോകണം. അപ്പോൾ ഫസ്റ്റ് ഐസോമെട്രിക് വ്യൂവിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം എപ്പോഴും എൻ്റെ തിങ്കിങ് നോക്കിയോ, എൻ്റെ ചർച്ച അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈ ബേസ് എന്താണെന്ന് നോക്കും. ബേസ് എന്താണെന്ന് നോക്കും. ഈ ബേസാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഈ ബേസാണ് വരയ്ക്കാൻ പോകുന്നത്. ബേസിൻ്റെ ഷേപ്പ് എന്താ? പെൻറ്റഗണാണ്.
അപ്പോൾ ആ പെൻറ്റഗൺ ഞാൻ എന്തിനകത്താക്കണം, ഒരു ബോക്സിനകത്ത് ആക്കണം. അപ്പോൾ ഇവിടെ നിന്നൊരു ലൈൻ, അതേപോലെ ഇവിടെ വെച്ചിട്ട് ഒരു വെർട്ടിക്കൽ ലൈൻ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇവിടെ വെച്ചിട്ട് ഒരു പെൻറ്റഗണിൻ്റെ എൻ പോയിൻറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ ബോക്സ് ആക്കുന്നത് കേട്ടോ. എന്താണ് വെച്ചിട്ട് അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഇങ്ങനെ ഒരു ബോക്സ് കിട്ടി, റെക്റ്റാങ്കിൾ. ഇവിടെ ഒരു പോയിൻറ്റ്, ഇവിടെ ഒരു പോയിൻറ്റ്, ഇവിടെ ഒരു പോയിൻറ്റ്, ഇവിടെ ഒരു പോയിൻറ്റ്. അപ്പോൾ ഈ ബോക്സ് 1 2 പിന്നെ അടുത്ത ഏതാ 3 നെക്സ്റ്റ് 4. അപ്പോൾ 1 2 3 4 എന്ന് പറയുന്നത് ഈ ഒരു സാധനത്തിലാണ് ഞാൻ ഈ ബോക്സിനെ നമ്മൾ ഐസോമെട്രിക് വ്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് അവിടെ നിന്ന് ബാക്കി എന്ത് ചെയ്യാം നോക്കാം എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു താഴോട്ട് എടുക്കാം, എൻ്റെ മുകളിലോട്ട് വരയ്ക്കാം, അല്ലേ ഇവിടെ വരയ്ക്കാം. ഇതിൻ്റെ കറക്റ്റ് അതേ പോയിൻറ്റിൽ തന്നെ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല, നല്ല രസത്തിന് വേണ്ടി ജസ്റ്റ് ഇവിടെ വരയ്ക്കാം. ഒരു റെഫറൻസ് ലൈൻ എടുത്തു, ആ റെഫറൻസ് ലൈനിൽ ഒരു പോയിൻ്റ് എടുത്തു. അപ്പോൾ ആ പോയിൻ്റ് ഞാനിത് തൂണൊന്നും കേട്ടോ വെച്ചോട്ടെ, അപ്പോൾ കണ്ടില്ലെങ്കിലോ. പോയിൻ്റ് എടുത്തു, അപ്പോൾ പോയിൻ്റ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എത്രയാണ് 30 ഡിഗ്രി. ആ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഏതാ, നമ്മുടെ ഈ എക്സ്ട്രീം ബോട്ടം പോയിൻ്റാണ് 1 എന്ന് പറയുന്ന പോയിൻ്റ്. അതുകൊണ്ട് ഈ പോയിൻ്റ് എക്സ്ട്രീം ലെഫ്റ്റിലെ ബോട്ടം പോയിൻ്റാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് എത്ര ഡിഗ്രി 30 ഡിഗ്രി ലെഫ്റ്റിലെടുത്തു, 30 ഡിഗ്രി റൈറ്റിലെടുത്തു. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇതിലേക്കൊരു ലൈൻ, ലൈറ്റ് ലൈൻ മതി, ഇവിടേക്കൊരു ലൈൻ, ലൈറ്റ് ലൈൻ. നെക്സ്റ്റ് ഈ 1-ൽ നിന്ന് 2-ലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക, 1-ൽ വയ്ക്കുക, ഇവിടെ കട്ട് ചെയ്യുക, 2 കിട്ടി ആണല്ലോ. ഇനി 1-ൽ നിന്ന് ഇതിലേക്കുള്ള 4-ലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക, ഇവിടെ വെക്കുക, 4 കട്ട് ചെയ്യുക. അപ്പോൾ ഈ പോയിൻ്റ് എന്ത് കിട്ടി, 2 എന്ന് പറയുന്ന പോയിൻ്റായിട്ട് കിട്ടി. ഇതെന്ന് പറയുന്നത് എന്ത് കിട്ടി, 4 എന്ന് പറയുന്ന പോയിൻ്റായിട്ട് കിട്ടി. നെക്സ്റ്റ് 2-ൽ നിന്ന് 2-ൽ നിന്ന് 3-ലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ 2 to 3 ആണ്ട ഈ ഡിസ്റ്റൻസ്, 2 to 3 ഡിസ്റ്റൻസ് എടുത്തു, 2-ൽ വെച്ചു, ആർക്ക് വരച്ചു, ചെറിയ വ്യത്യാസം ഉണ്ടത്. ഇനി അടുത്ത 4 മുതൽ 3 വരെ ഡിസ്റ്റൻസ്, 3 വരെ ഡിസ്റ്റൻസ് എടുത്തു. ഇവിടെ നിന്ന് 4-ൽ വെച്ചിട്ട് അതേ ആർക്കിൽ കട്ട് ചെയ്യണം. അപ്പോൾ 4 to ഈ പോയിൻ്റ് 3 ആയിട്ട് നമ്മൾ 3 കണ്ടുപിടിക്കാനല്ലേ പരിപാടി ചെയ്തേ. എന്നിട്ട് നെക്സ്റ്റ് 2-ഉം 3-യും കൂടി എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്തെടുക്കാം നമുക്ക്. 4-ഉം അതും കൂടിയും ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കിവിടെയാണ് നമുക്ക് പെൻറ്റഗൺ ഇങ്ങനെ എന്ത് ചെയ്ത് കയറി വരുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത്തുകൂടി ഒന്ന് ഡാർക്ക് ആക്കാം. ഞാൻ അധികം ലൈറ്റാക്കി വരച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റത്തില്ല. ഇത്രയും ഡാർക്ക്നെസ് വരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇത് വരയ്ക്കുമ്പോൾ, എങ്കിലും കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഡാർക്ക് ആക്കുന്നത്. നെക്സ്റ്റ് നമുക്കറിയാം 1-4-ൽ, അതായത് ഇവിടുത്തെ 1-4-ൽ ഏതാണ് എയും ബിയും കിടപ്പുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ 1-ൽ നിന്ന് ബി വരേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക, ഇവിടെ തോണ്ടി വയ്ക്കുക, ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് ബി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു പോയിൻ്റായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ എനിക്കിവിടെ ഞാനിവിടെ ക്യാപിറ്റൽ ലെറ്റർ ബി ആണ് മാർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിയേ, 4-ൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് ഇപ്പുറത്തേക്ക് മാറി, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ എന്ന് പറയുന്ന പോയിൻ്റ് കിട്ടും. 4-ൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ്, അപ്പോൾ ഈ പോയിൻ്റ് എ, ക്യാപിറ്റൽ എ കൊടുക്കും. നെക്സ്റ്റ് അടുത്ത ഏതാ 4-3 എന്ന് പറയുന്ന, ഈ 4-3 എന്ന് പറയുന്ന ലൈൻ ഇവിടെ ഉണ്ട്. ഈ 4-3-ൽ 4-ൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറി നമുക്ക് ഈ കിടപ്പുണ്ട്. അപ്പോൾ 4-ൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറി നമുക്ക് ഇവിടെ എന്ത് മാർക്ക് ചെയ്യാം, ഇവിടെ ഇ മാർക്ക് ചെയ്യാം, ABCD ഇ. നെക്സ്റ്റ് അടുത്ത 3-2-ൽ എന്താണ് 3 നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറി ഡി മാർക്ക് ചെയ്യാം, 2 എന്നിട്ട് ഡിസ്റ്റൻസ് ഡി ഡി. ഈ പോയിൻ്റ് ABC ഡി. നെക്സ്റ്റ് സി കിടക്കുന്ന 1-2-ല, 1-2-ൽ സി കിടക്കണം. അപ്പോൾ 1-2 എന്ന് പറയുന്ന സാധനം 1-2-ൽ ഇത്ര ഡിസ്റ്റൻസ് മാറി സി കിടക്കണം. അപ്പോൾ ഇവിടെ എന്ത് കിടപ്പുണ്ട്, സി ഉണ്ട്. ഇതെല്ലാം കൂടി എന്ത് ചെയ്തെടുത്താൽ മതി, ജോയിൻ ചെയ്തെടുത്താൽ മതി. എയും ബിയും കൂടി ഞാൻ കണക്ട് ചെയ്തു. അവസാനം ഡാർക്ക് ചെയ്യാം. ഞാൻ അകത്തുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് എനിക്കറിയാൻ വയ്യല്ലോ. ഇതെന്തായാലും ഡാർക്ക് കണ്ടിന്യൂസ് ആയിരിക്കും ഞാൻ ഈ വരയ്ക്കുന്നത്. അപ്പോൾ അവസാനം നമുക്ക് ഡാർക്ക് ചെയ്യാം. അതുകൊണ്ട് ലൈറ്റായിട്ട് പെൻറ്റഗൺ മാത്രം എന്ത് ചെയ്തു, ഞാൻ ഇതെടുക്കുകയാണ്. പെൻറ്റഗൺ മാത്രം ആക്കിയെടുത്തു. ഇനി ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഓവൻ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പം ഇതിൻ്റെ ഡയഗണലുണ്ടല്ലോ, ഡയഗണൽ വരച്ചു. അടുത്ത ഡയഗണൽ
ഇവിടെ നിന്ന് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തു, രണ്ടും കൂടി കിട്ടുന്ന ഈ പോയിൻ്റ് ആയിരിക്കും ഇതിൻ്റെ സെൻറ്റർ. ഇത് ഈസ് O1. അപ്പോൾ ഈ സർഫസ് കഴിഞ്ഞു. ഇനി അടുത്ത സർഫസ് എന്ന് പറയുന്നത് ഇത്ര ഹൈറ്റ് കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ അപ്പെക്സ് ഉണ്ട്. വേണമെങ്കിൽ ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് ഹൈറ്റ് എടുത്തിട്ട് അതെല്ലാം കൂടെ ഇങ്ങനെ ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്യാൻ നിൽക്കുന്നില്ല. കാര്യം നമുക്ക് ഒരു സർഫസിൻ്റെ ഒരു സോൾഡിൻ്റെ മണ്ടയ്ക്ക് വേറൊരു സോൾഡ് വെക്കണമെന്നൊക്കെ പറഞ്ഞ രീതിയിൽ വരും. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് അടുത്ത സർഫസ് എത്ര ഹൈറ്റിലുള്ളതെന്ന് നോക്കുക. ഇവിടെ 80 ആണ്. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ 1 2 3 4 എന്ന് പറയുന്ന ഈ ഒരു സർഫസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടല്ലേ അതിലല്ലേ നമ്മൾ പെൻറ്റഗൺ വരച്ചത്. ഇതിന് മുകളിൽ 80 മില്ലിമീറ്റർ ഹൈറ്റിൽ അടുത്ത സർഫസ് വരണം. അതായത് ഇവിടെയാണ് അടുത്ത സർഫസ് വരേണ്ടത്. അപ്പോൾ 80 മില്ലിമീറ്റർ ഹൈറ്റിൽ വരണം എന്നുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, 8 മില്ലിമീറ്റർ എല്ലാ സ്ഥലത്തും എടുക്കുവാണ്. 8 മില്ലിമീറ്റേഴ്സ് വെച്ച് എടുക്കുക. ഇവിടെ 80 മില്ലിമീറ്റർ വെച്ച് എടുക്കുക. ഇവിടെ 80, ഇവിടെ നിന്ന് മുകളിലേക്ക് 80, ഇവിടെ നിന്ന് മുകളിലേക്ക് 80, അടുത്ത് ഓ മൈ ഗാഡ് താഴെ വെച്ച് വരച്ചാൽ മതിയായിരുന്നു. 80 ഞാൻ ഇതിൻ്റെ ഹൈറ്റ് 70യിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ എല്ലാം തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 70യിലേക്ക് ആക്കുക. കാര്യം 80 കണ്ട് ഇവിടെ തികയത്തില്ല, താഴോട്ട് ഇറക്കി വരച്ചാൽ മതിയായിരുന്നു. പോട്ടെ, ഇവിടെ വരെയുള്ളൂ 70. ഹൈറ്റ് ഞാൻ 70 ആയിട്ട് ഇത് ചെയ്യുവാണേ. 70 നിങ്ങൾ 80 എടുത്ത് വരച്ചോ, ഇതുകൂടി താഴോട്ട് വെച്ച് വരച്ചാൽ മതി. ഇതങ്ങനെ വെച്ചിട്ട് വരച്ച് വരയ്ക്കുന്നൊന്നുമില്ല. അപ്പോൾ 70 ഹൈറ്റിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് ഒരുപാട് സമയം എടുക്കും, അതാണ് ഒരു പണി. നമ്മളിങ്ങനെ ഇരുന്ന്, പക്ഷേ ഒറ്റയ്ക്കിരുന്ന് വരയ്ക്കാനൊക്കെ ഭയങ്കര സുഖമാണ്. കണ്ടിട്ടേ ഒറ്റയ്ക്കിരുന്ന് വരയ്ക്കാം, ആരുടെയും ശല്യമില്ലാതെ ഇങ്ങനെ വെറുതെ വരച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര രസമാണ്. അപ്പോൾ ഇതാണ് സാധനം. ആ സർഫസിൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ എന്ത് കിടക്കുന്നത്, O2 എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ സർഫസിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ഡയഗണൽസ് എല്ലാം കൂടി എന്ത് ചെയ്ത് ഈ ജോയിൻ ചെയ്താൽ മതി. ഈ ഡയഗണലും ഈ ഡയഗണലും ഇതിൻ്റെ ഓപ്പോസിറ്റ് എഡ്ജസ് കണക്ട് ചെയ്ത ഡയഗണൽ. അപ്പോൾ ഈ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ O2 വരും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സെൻറ്ററിൽ നിന്ന് ഈ സെൻറ്റർ വരെയുള്ള ഹൈറ്റ് 70 ആവും. അതുകൊണ്ട് ഈ സെൻറ്റർ O2 കണ്ടുപിടിച്ചിട്ട് എല്ലാം ഇതുമായിട്ട് ജോയിൻ ചെയ്താൽ പോരെയെന്ന്. ഇനി എല്ലാ കോർണേഴ്സും എന്താണ് O2 ആയിട്ട് ജോയിൻ ചെയ്യും. ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ട കാര്യം, ഒരു ബോക്സിനകത്ത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന പരിപാടിയാണല്ലോ ഐസോമെട്രിക് വ്യൂ. അകത്ത് വെച്ചിട്ട് ഒന്ന് ചരിച്ച് വെച്ച് കാണുന്നതാണല്ലോ ഐസോമെട്രിക് വ്യൂ. അപ്പോൾ അതേപോലെ തന്നെ പോട്ടെ, ഇത് നമുക്ക് ഉപയോഗപ്പെടും. എപ്പോഴും ഒരു സോൾഡിൻ്റെ മറ്റൊരു മണ്ടയ്ക്ക് വേറൊരു സോൾഡ് വെക്കുന്ന സമയത്ത് നമുക്കിത് ഉപയോഗപ്പെടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് പഠിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ സെൻറ്റർ അടുത്ത് പിടിക്കേണ്ട. സെൻറ്റർ പിടിക്കേണ്ടി വരും, നമ്മൾ കോമ്പിനേഷൻ വരുമ്പോൾ നമുക്ക് അങ്ങനെ മാത്രം ചെയ്യാം. അപ്പോൾ ഇതിൽ അവസാനം വരുന്ന ഔട്ടർ സർഫസ് മാത്രം എന്ത് ചെയ്തു, ഞാൻ ആദ്യം ഡാർക്ക് ചെയ്ത് പിടിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഔട്ടർ സർഫസ് മാത്രം ഡാർക്ക് ചെയ്ത് പിടിക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു സാധനം ഉണ്ട്, ഇത് പെൻറ്റഗൺ അല്ലേ, പെൻറ്റഗണിൻ്റെ ഈ പോർഷൻ നമുക്ക് കാണുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നോക്കിയിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ല. കാണുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ സങ്കല്പിക്കുക, എന്നിട്ട് അതിനെ റെസ്പെക്റ്റീവായിട്ട് വരയ്ക്കുക. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള സാധനങ്ങൾ തന്നെയാണിത്. അപ്പോൾ അതുള്ളതുകൊണ്ട് ചെറിയ വേരിയേഷനിലൊക്കെ സാധനങ്ങൾ കിട്ടിയാലും പ്രശ്നമില്ല, അത് അതേപോലെ തന്നെ വരയ്ക്കുക. നമ്മളിവിടെ ചെറിയൊരു സാധനം, അപ്പോൾ ഇന്നർ സൈഡ് വരുന്ന ഇതും ഡാർക്കാക്കാം. ഫ്രണ്ടിൽ നിൽക്കുന്ന സാധനം, ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലാം ഡാർക്കാക്കി, ഇന്നർ സൈഡ് വരുന്നതെല്ലാം നമ്മൾ എന്തിലേക്ക് പിടിക്കുകയാണ്, ഡോട്ടഡ് ആക്കി പിടിക്കുകയാണ്. അപ്പോൾ ഇത് ഡോട്ടഡ് ഇതും ഡോട്ടഡ്, ഡാർക്കിനെ ക്രോസ് ചെയ്ത് ഡോട്ടഡ് പോകുന്നുണ്ട്. ഇത്രയായി. അപ്പോൾ ഈ O1 O2 എന്ന് പറയുന്ന സാധനം കണ്ടല്ലോ, നമ്മുടെ ആക്സിസ് ലൈറ്റായിട്ട് വരച്ചാൽ മതി കേട്ടോ. അത് വരയ്ക്കുന്നത് ലൈറ്റായിട്ട് വരച്ചോളൂ O1 ആക്സിസ്. അപ്പോൾ ഒരു പിരമിഡിൻ്റെ ഐസോമെട്രിക് വ്യൂവും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏത് പിരമിഡാണ്, ഇതിപ്പോൾ പെൻറ്റഗൺ ആയതുകൊണ്ടാണ് ഈ സ്ക്വയർ ഈ റെക്റ്റാങ്കിളിലാക്കിയിട്ട് ആ റെക്റ്റാങ്കിളിൽ അകത്ത് പെൻറ്റഗൺ വന്നത്. ഇതൊരു എക്സേൺ ആണെങ്കിൽ ആ എക്സേൺ എന്താണ്, റെക്റ്റാങ്കിളാക്കിയിട്ട് ആ റെക്റ്റാങ്കിളിനകത്ത് എക്സേൺ വരും. ഇത് ഹെപ്റ്റഗൺ ആണെങ്കിൽ ഹെപ്റ്റഗൺ അങ്ങനെ വരും. ഹെപ്റ്റഗണൊന്നും വരത്തില്ല, എക്സേൺ വരെ വരത്തുള്ളൂ. ഇപ്പോൾ സ്ക്വയർ പിരമിഡ് ആണെങ്കിൽ സ്ക്വയർ മാത്രം മതി, വരച്ച് കംപ്ലീറ്റ് ചെയ്ത് പോകാം.
അപ്പോൾ പിന്നെ അടുത്ത ട്രയാങ്കിൾ പിരമിഡ് ആണെങ്കിൽ ട്രയാങ്കിൾ ഇപ്പോൾ ടെട്രാ ഹെഡറാണ് വരുന്നത്, എന്നാൽ ട്രയാങ്കിൾ ബേസ് ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ഏത് കേസ് വന്നാലും നമുക്കൊരു ബോക്സിലാക്കി അതിനെ ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് ബോക്സിൻ്റെ ടോപ്പ് കണ്ടുപിടിച്ച് അതിൻ്റെ എല്ലാ ബേസിലെ കോർണേഴ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ദ ഐസോമെട്രിക് വ്യൂ. അപ്പോൾ ഈ ഐസോമെട്രിക് വ്യൂ കിട്ടി. ഇനി നമുക്ക് വേണ്ടിയത് ഒരു കോണും സിലിണ്ടറും എങ്ങനെ മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത നമുക്ക് കോൺ പഠിക്കാം, അത് കഴിഞ്ഞിട്ട് സിലിണ്ടർ പഠിക്കാം.